നല്ലതായിരുന്നു. ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മലയാള സിനിമകൾ ഇപ്പോൾ സ്ലോ ബേൺ സിനിമകൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഉണ്ടാക്കാതെ പതിയെ കഥയിലേക്ക് പോയി എന്തിനാണ് ഇത്ര പതിയെ വന്നത് എന്നുള്ള ഏറ്റവും അവസാനം ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ്സ് അല്ല, അത് ക്ഷമ വേണം. ഓഡിയൻസിനെ ക്ഷമ കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ ഒരു എഫേർട്ട് എന്തായാലും സ്ക്രീനിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് താങ്ക് യു. ഞങ്ങളൊരു പെർഫെക്റ്റ് സിനിമയൊന്നും പറയുന്നില്ല. അത് ഫസ്റ്റ് ഹാഫ് ഞങ്ങൾ ഒരു സ്ലോ നരേഷൻ തന്നെയാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫ് ഞങ്ങൾ അതിനൊന്ന് പേസ് കൂട്ടി ഒരു ക്ലൈമാക്സിൽ ഒരു സിനിമാറ്റിക് പരിപാടി ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് കുറേ ആൾക്കാർക്ക് അത് കണക്റ്റായി. സന്തോഷം. കുറേ പിന്നെ നമ്മൾ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെ അല്ലല്ലോ, പല ആൾക്കാരുടെ ടേസ്റ്റ് പലതാണല്ലോ. അങ്ങനെ പക്ഷെ മൊത്തത്തിൽ ഞങ്ങൾക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് മൊത്തത്തിൽ കിട്ടുന്നത്. കുറേ ആൾക്കാരുടെ പേഴ്സണൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സന്തോഷം. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ സബ്ജക്ട് എടുക്കുന്ന സമയത്ത്? ഒബിയസ്ലി നമുക്ക് പല പ്രോസസ്സാണ്. കാരണം ഇതിന്റെ മെയിൻ കോർ എലമെന്റ് എന്ന് പറയുന്നത് ഷെയ്ൻ കഥാപാത്രം മാത്രമല്ല, അതിന്റെ ചുറ്റുപാടുള്ള കഥാപാത്രങ്ങളും ഉണ്ട്. അപ്പോൾ ആ തോട്ട് പ്രോസസ് എത്രത്തോളം ടഫായിരുന്നു? കാരണം ഇത് ഇറങ്ങുമ്പോൾ പല രീതിയിലുള്ള കമന്റുകൾ വരാം. അപ്പം എനിക്ക് പ്ലോട്ട് പറയാൻ പറ്റത്തില്ല, അതിന്റെ ട്വിസ്റ്റായി അതിലാണ് ഇരിക്കുന്നത്. അപ്പം എത്രത്തോളം ടഫായിരുന്നു ഈ സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്? ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റേഴ്സ് ലിൻഡോ ജോമോനും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലോട്ടിന്റെ ഒരു ഐഡിയ ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു എൻഡ് എന്നാണ്. അതാണ് എന്നെ ബുക്ക് ചെയ്തൊരു പരിപാടി. പിന്നെ അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യരുത് ബാക്കി പരിപാടികളെല്ലാം. പിന്നെ ഷെയ്ൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. പുള്ളി പുതിയതായിട്ട് സർവീസിലേക്ക് വരുന്ന രസൈ, പുള്ളിയുടെ സർവീസിലായത്തെ പോസ്റ്റിങ്, ആ ഐഡിയയും പിന്നെ നമ്മുടെ ഈ പ്ലോട്ടിന്റെ ആ ഒരു മെയിൻ നമ്മുടെ ഒരു പോയിന്റും വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ്. ചെയ്യുന്ന കഥാപാത്രങ്ങൾ എത്രത്തോളം ഡെപ്ത് ഉള്ളതാണെന്നോ അത് പ്രേക്ഷകൻ കണക്ട് ആകുക എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. ചെയ്യുന്ന കഥാപാത്രം എത്രത്തോളം എഫേർട്ട് ഉണ്ട്. ഒരു പോലീസായിട്ട് വരണമെന്ന് വെച്ചാൽ അതിൻ്റെ ജസ്റ്റിസ് എടുക്കേണ്ട എഫേർട്ടുകൾ ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ആളുകൾ എന്താ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് പോലീസുകാർ ചെയ്യുന്നത്, ഇങ്ങനെയല്ല അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ കാണാറില്ല. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രം കിട്ടിയ സമയത്ത് എത്രത്തോളം പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു? കഥാപാത്രത്തിന് വേണ്ട പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിലെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ ചെയ്ത പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. കഥാപാത്രം ഒരു വന്നോടനെ മറ്റേ ഭയങ്കര മാസ് കാണിക്കുന്ന അങ്ങനത്തെ ഒരു കക്ഷിയല്ല, സാധാരണക്കാരനാണ്. ആ മീറ്റർ തന്നെയാണ്. അതായത് ചില കാര്യങ്ങൾ അറിയില്ല. നമ്മളൊരിപ്പോൾ ഒരു ജോലിയിൽ കയറുമ്പോൾ എല്ലാം പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമല്ലോ, നമ്മൾ ആ ജോലിയിൽ നിന്ന് നമുക്കൊരു തഴക്കം വരും എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പം ആ ഒരു ഫ്രഷറായിട്ടാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ ആദ്യം തന്നെ എന്താ ഏതാന്ന് പറഞ്ഞാൽ മാസ് പോലീസ് അല്ല. അപ്പൊ ക്യാരക്ടർ എന്താണോ അതാണ് ഞാൻ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഉള്ള കാര്യം ഓരോ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ആവറേജ് ആണ്, കണ്ടിരിക്കാം എന്നൊരു അഭിപ്രായം പറയുന്നത്. ഇപ്പം ഒരാളുടെ അഭിപ്രായം 100 പേരുടെ അഭിപ്രായങ്ങളിലേക്ക് അടിച്ചമർത്തുന്ന പോലെ ഒരു സിസ്റ്റമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുമ്പോൾ താങ്കൾ പറഞ്ഞൊരു പണ്ട് കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ തകർക്കാൻ PR വർക്ക് ചെയ്താലും സാധിക്കും എന്നൊരു ഇത്. അത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ സൈക്കോളജിയാണ്. ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. ഇപ്പൊ നിങ്ങളൊരു പോസ്റ്റിന്റെ താഴെ ഒരു 100 കമന്റ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ അതാണ് ശരി. ഈ 100 കമന്റാണ് ഞാൻ ഈ പറഞ്ഞ PR. ഇത് ചെയ്യാൻ ആൾക്കാരുണ്ട്, ചെയ്യാൻ ഏജൻസീസ് ഉണ്ട്. അത് നെഗറ്റീവായിട്ടും ചെയ്യാം, പോസിറ്റീവായിട്ടും ചെയ്യാം. പോസിറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഒരു പേഴ്സണൽ PR എന്ന് പറഞ്ഞൊരു സെറ്റപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അല്ല, അത് ഞാൻ പറഞ്ഞ അത് പേഴ്സണലി ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയണം. എനിക്ക് അത് ഞാനത് പിടിച്ചിട്ടില്ല. കാര്യം അത് അത്ര നല്ലൊരു എത്തിക്കൽ പരിപാടിയായിട്ട് തോന്നില്ല. നമ്മൾ തന്നെ പൈസ കൊടുത്ത് ഇങ്ങനെ ഒരു നറേറ്റീവ് നമ്മളെ കുറിച്ച് എഴുതണമെന്ന് നമ്മൾ തീരുമാനിക്കണ പോലെയാണ്. അതിൽ ഓഡിയൻസിന് ഒരു സെയിലുണ്ടാവുകയാണ്. ഇതിനെന്നാ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ട് വിലയിരുത്തുക എന്നുള്ളത്. ഓഡിയൻസ് കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സാധനമില്ല, അതാണ് അൾട്ടിമേറ്റ് സാധനം. നിങ്ങൾ വേറൊരാളുടെ കൊടുത്ത നരേഷനിൽ നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും അതൊരു എന്താ പറയാ, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ 2 ആളുടെ അധ്വാനമല്ല. ഒരു സെറ്റ് ചിലപ്പോൾ 100 പേരിൽ 200 പേരുണ്ടോ, അവരുടെ അത്രയും പേരുടെ അധ്വാനമാണ് ഒരു സിനിമ. അത് ഒരു 1-2 പേര് ചേർന്ന് ഇങ്ങനെ ഒരു PR വർക്ക് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അത്രയും ആളുടെ എഫേർട്ടിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അത് എതിർക്കാൻ പറ്റുമെന്നല്ലാതെ ഇപ്പൊ അത് നിർത്താനായിട്ട് ഓപ്ഷൻസ് ഇപ്പം ഇല്ല എന്നൊരു ഇതാണ്. സോഷ്യൽ മീഡിയ അത്ര വളർന്നുകൊണ്ട് ഇതിലാകെ നമ്മളത് എനിക്ക് തോന്നുന്നത്
സാധാരണ ജനം പടം കാണട്ടെ എന്നുള്ള കാര്യം അവരുടെ നിന്നുള്ള റെസ്പോൺസിനുള്ള അൾട്ടിമേറ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനവും പ്രചോദനം മുന്നോട്ടേക്ക് തന്നെ നയിക്കുന്നത് ഓഡിയൻസിന്റെ സ്നേഹം മാത്രമാണ്. എനിക്ക് വേറൊരു സപ്പോർട്ട് സിസ്റ്റം ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഓഡിയൻസ് മാത്രമാണ് എൻ്റെ ബലം. അവർ പടം കാണുമ്പോൾ അവർ തരുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതൊരു സ്നേഹമാണ് കിട്ടുന്നത്, ഈ സിനിമയ്ക്ക് കിട്ടുന്നത്. ഇന്നലെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിൽ മേളിൽ വേറൊരു ശക്തി ഉണ്ടെങ്കിൽ അതിന് നോക്കാൻ എനിക്ക് തോന്നുന്ന ഈ പ്രപഞ്ച ശക്തിക്ക് അതിനുള്ള എല്ലാവിധ കഴിവുമുണ്ട് അതിനെ നേരിടാനാണെങ്കിലും. ഞാൻ ഒറ്റയ്ക്കാണെന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എൻ്റെ ജോലി അത്രയും എന്നാൽ കഴിയുന്ന പരമാവധി ഞാൻ ചെയ്തിട്ടുമുണ്ട്. അത് എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ ഈ പ്രപഞ്ച ശക്തി എന്നെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ശക്തി തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നൊരു തോന്നലുണ്ടോ? കാരണം തങ്ങളുടെ എല്ലാ പടങ്ങളിലും ഇതേപോലെ PR വർക്കുകൾ നെഗറ്റീവിൽ നടക്കും, സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ്സ് ഇടുന്നു, അല്ലെങ്കിൽ ഒരു ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു പ്രവണത കാണാറുണ്ട്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെപ്പറ്റി എനിക്ക് ഒരു എവിഡൻസ് വെച്ചുകൊണ്ട് സംസാരിക്കാനല്ലേ പറ്റുള്ളൂ. എനിക്കത് ഇല്ല. അതുകൊണ്ട് എനിക്കത് ഇന്നതാണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ആരോ ഉണ്ട് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഈ പറയണത് എന്തുകൊണ്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ കാണുന്നുണ്ട്. അതാണ് നിങ്ങൾ തോന്നിയോണ്ടല്ലോ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പൊ എനിക്കത് തോന്നാണ്ടിരിക്കും. ഭയമുണ്ട്. കാരണം പണ്ടൊന്നും ഷൈൻ ഇത്രയും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാം ഒക്കെ പറഞ്ഞു പോകുന്നതാണായിരുന്നു. പിന്നെ ഷൈന് ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഷൈൻ്റെ സിനിമ വരുമ്പോൾ കാണാൻ ഷൈൻ സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഷൈൻ ഭയങ്കരമായിട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു ഫോൺ നമ്പർ പോലും എൻ്റെ ഒരു കൊടുക്കാൻ ആളില്ല ഇൻഡസ്ട്രിയിൽ, ഒരു ഹെൽപ്പ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടുത്തൊന്നും ഷൈൻ ഭയക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ? ഭയക്കുന്നുണ്ടെങ്കിൽ ഇത് പറയൂ. ഞാൻ ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഭയക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് പറയില്ലല്ലോ. കാരണം ഇതിനകത്ത് മനസ്സിലായെന്ന് വെച്ചാൽ ഇതുണ്ട് എന്നുള്ള ആക്സെപ്റ്റൻസിലേക്ക് ഞാൻ എത്തി എന്നുള്ളതാണ്. ഇത്രയും കാലം നമുക്ക് സംശയാസ്പദം അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പോഴും എനിക്ക് പറഞ്ഞാൽ എനിക്ക് പുറത്തു വന്നിട്ട് ഇങ്ങനെയൊന്നും പറയാനുള്ള എവിഡൻസ് ഇല്ല. അല്ലെങ്കിൽ ഇത് നമ്മള് മറ്റേ വേറെ ആരെങ്കിലും കുറിച്ച് ചുമ്മാ അങ്ങനെ പറയുന്നു എന്നുള്ളൊരു സീനിലെ ആൾക്കാർ എന്നെ കാണുള്ളൂ. എനിക്ക് ഇതിനൊന്നും എവിഡൻസ് ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എനിക്കത് ആധികാരികമായി പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പറയണുണ്ട് അങ്ങനെ ഉണ്ട്. നഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെ ഒരു കാര്യങ്ങളാണ് ചോദിച്ചത്. അങ്ങനെ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒരുപാട് ഈ പറയുന്ന പോലെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും സിനിമകൾ വരുമ്പോൾ തന്നെ അതിനെ ആളുകൾക്ക് ഡിസൈസ് ചെയ്ത് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഒരു കാരണം വളരെ മോശമായ സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാർ പോലും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മോശം പറയുന്നത്. കാരണം ഒരു കോമഡി പോലും കണ്ടിട്ട് ചിരിക്കാൻ പറ്റുന്ന സിനിമയ്ക്ക് പോലും നല്ല റിവ്യൂ പറഞ്ഞ ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് മോശം പറയുന്നത്. അല്ല, അത് നിങ്ങൾ ചോദിക്കുന്നിടത്ത് തന്നെ ഇല്ല എന്നുള്ള ഉത്തരം. അല്ല, നിങ്ങൾ പറയുമ്പോൾ മീഡിയാസിനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുക ചില സമയത്ത്. ഒറ്റപ്പെട്ട കുറച്ച് മേഖലയിൽ പറയുമ്പോൾ മൊത്തത്തിൽ വരുമല്ലോ, ഞാൻ പറഞ്ഞതുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. കാരണം ഈ പറയുന്ന പല ആൾക്കാരും പറയുന്ന കാര്യങ്ങൾ ശരിക്കും റീച്ചിന് വേണ്ടി പറയുന്നത് പോലെയായിട്ടാണ് തോന്നിയത്. റീച്ചിന് വേണ്ടി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. റീച്ചിന് വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പറയണം, അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ മീഡിയ സുഹൃത്തുക്കൾക്കാണ് ഇത് കുറച്ചുകൂടെ ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രൂഫ് വഴി കണ്ടെത്തി തരാൻ പറ്റുള്ളൂ. അതൊന്ന്. പിന്നെ ചില ആൾക്കാർ ഇപ്പോൾ റിവ്യൂസ് പറയുമ്പോഴാണെങ്കിലും വ്യക്തിപരമായിട്ട് അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മൊത്തത്തിലുള്ള കാര്യമാണ്. അതിപ്പോൾ സിനിമ എന്നുള്ളത് മാത്രമല്ല. ഇപ്പം ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന ഒരു മേഖല എൻ്റെ ഡാൻസും പാട്ടും ഇതൊക്കെയാണ്. ഈ ഒരു ആർട്ടായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡ്. നമ്മൾ മറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഫീൽഡിലൊക്കെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായിട്ട് ഇട്ട് കീറി മുറിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു നല്ല പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളോരോ അഭിപ്രായം പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തൊക്കെ പറയുന്ന കാര്യം അതത്ര നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇയാളെ വീട്ടിലിരുത്താം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെ വരാത്ത രീതിയിലാക്കാം എന്നുള്ളത് എല്ലാ മേഖലകളിലും ആരൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ചൊരു ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ സിനിമയിൽ തമാശ പോലും ഇല്ലാത്ത ചില സിനിമകളിലും ഭയങ്കര അടിപൊളിയായിട്ട് നിങ്ങൾ ചിരിച്ചു എന്ന് പറയുന്നത് തരത്തിലുള്ള റിവ്യൂസൊക്കെ ഇട്ടിട്ട് കുറച്ച് പേരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വ്യക്തിപരമായിട്ട് വല്ലാതെ നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പറ്റി പറയുന്നത് പോലെയല്ല വ്യക്തിപരമായിട്ട്. അതിപ്പോൾ അയാളെ എല്ലാവർക്കും ഒരേ മനക്കെട്ടി ആയിരിക്കില്ല ചിലപ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട്. അപ്പം കുറച്ചുകൂടെ നമ്മൾ ചിലപ്പോൾ അവരുടെ ജീവിതമേ ഇല്ലാതാക്കുമായിരിക്കും. അപ്പോൾ അത്തരം പ്രവണതകളിലേക്ക് പോവാതിരിക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളെല്ലാ മീഡിയാസും സുഹൃത്തുക്കളും ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായിട്ടുള്ള കീറി മുറിക്കൽ കുറച്ചുകൂടെ ഒന്ന് കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു.
അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചല്ലോ, അതിപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങളെക്കാളും കൂടുതൽ കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ളവർ. നിങ്ങൾ എല്ലായിടത്തും പോകുന്നവരാണ്, എല്ലാവരെയും കാണുന്നവരാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ ഉള്ളത് നിങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുക. എന്നെ ഹെൽപ്പ് ചെയ്യുമോ? അല്ല, സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മീഡിയയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. മീഡിയ നിങ്ങൾ ഇത്രയും സജീവമായിട്ടുള്ളത് കൊണ്ടാണ് പല സിനിമകളെ കുറിച്ചും പലരും അറിയുന്നതും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ചില അറിയില്ലാത്ത സിനിമകളെ കുറിച്ച് ആളുകളെ അറിയിക്കുന്നത് പോലും മീഡിയയാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല സിനിമകളായിരിക്കും, ഒരു പബ്ലിസിറ്റി കുറവുണ്ടാകും, പക്ഷെ മീഡിയയുടെ ഒരു പ്രസൻസ് കൊണ്ട് അങ്ങനെ വിജയിച്ച പടങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയ എപ്പോഴും സപ്പോർട്ടീവാണ് സിനിമയ്ക്ക്. അപ്പോൾ ഈ ഷുഭ പറഞ്ഞ പോലെ ചിലർ വ്യക്തിവിരോധം കാരണം ചില ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. അത് ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. കാരണം ഒരു വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഒരു സിനിമയോ ഒരു ഇൻഡസ്ട്രിയെയോ തകർക്കുന്ന രീതിക്കുള്ള പ്രതികരണങ്ങൾ സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ ഇൻഡസ്ട്രി കുറച്ചും കൂടി നന്നായി പോകും. ഇൻഡസ്ട്രി ഉണ്ടെങ്കിലാണ് മീഡിയയ്ക്കും ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇതേപോലെ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദൃഢം സിനിമ തിയേറ്ററിൽ റെസ്പോൺസ് ഇന്നലെ പറഞ്ഞ പോലെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പേഴ്സണലായിട്ട് കണ്ട എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ റിവ്യൂസിൽ പറഞ്ഞ മാതിരി കുറേ പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. എല്ലാം തികഞ്ഞ സിനിമകളില്ല. ചില സിനിമകൾ നല്ലതായിട്ടും പരാജയപ്പെടുന്നുണ്ട്, ചില സിനിമകൾ മോശമായിട്ടും വിജയിക്കുന്നുണ്ട്. അതൊക്കെ സിനിമയുടെ ഒരു ഫെയ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അണിയറ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങൾ നൽകുന്ന ഒരു ഷുവറിറ്റി. പിന്നെ കണ്ടിട്ട് നിങ്ങളുടേതായ അഭിപ്രായം രേഖപ്പെടുത്തൂ എന്നേ പറയാനുള്ളൂ. കുറച്ചുമ്പ് പറഞ്ഞ പോലെ ഒരു കഥാപാത്രം കിട്ടുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ മാറിയിട്ട് നമുക്കൊരു എന്താ പറയുക നോട്ടബിൾ ആയിട്ടൊരു കഥാപാത്രം ചെയ്യാന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ചെറിയൊന്ന് പ്രോസസ്സിനെ സംബന്ധിച്ച് ആ ഒരു ക്യാരക്ടർ കിട്ടാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. മാം വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായത്, നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും ആ സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്, പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഷെയ്ൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളെയൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ആൾക്കാരില്ല. ഇപ്പം ഞാൻ പേഴ്സണലി ഉള്ള കാര്യം പറയുകയാണ്, നമ്മളെയൊക്കെ കൈപിടിച്ച ഒരു ക്യാരക്ടറിന് ഇത് ഇവർ കൃഷ്ണപ്രഭ തന്നെ ഇന്ന ക്യാരക്ടർ ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ഇപ്പോൾ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. ചിലപ്പോൾ പുറത്ത് പറയുന്നുണ്ടാവും ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അവർക്ക് നമ്മൾ കൊടുക്കാം എന്ന് പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ദൃഢമായിട്ട് തന്നെ എന്നെ ഇവരെ തന്നെ വയ്ക്കണം എന്ന് പറഞ്ഞാലും ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടത് ജീത്തു സാറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയും ഇവർ മാട്ടിനെ പോലുള്ള ഇവർ ഈ ഒരു ടീമുമാണ്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും. ഇപ്പം ദിനേശ് ചേട്ടനൊക്കെ ഞങ്ങൾ ചാൻസ് വെച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു അതെ അതെ അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സിനേക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ അവർ ഓർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹവും വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടി ഇപ്പോൾ ഒരു 3-4 സീൻ, ചിലപ്പോൾ 10 സീൻ ഉണ്ടാവും, ചിലപ്പോൾ ഒരു സീനേ കാണത്തുള്ളൂ. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കുറച്ച് സീൻസിലായിട്ട് ഒതുങ്ങി പോവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ ഇത് എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവും ഇതിൻ്റെ എന്താണ് ഒരു റീസൺ എന്നുള്ളത് ഞങ്ങൾക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ചില ആൾക്കാർ ചോദിക്കും എന്തിനാണ് പോയി ഒരു സീനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, കാരണം ഞങ്ങൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നതാണ്. അപ്പോൾ ചാൻസ് ചോദിച്ച സിനിമയിൽ വന്നവർക്ക് അതിൻ്റെ ഒരു സീനാണെങ്കിൽ കിട്ടുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്കാണ് അറിയാൻ പറ്റുന്നത്. പറയുന്നവർക്ക് മാറിയെന്ന് പല അഭിപ്രായങ്ങളും പറയാം. ഈ ഒരു സീനാണേലും ചെയ്ത് അത് ഫലിപ്പിക്കുക എന്നുള്ളതും അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ ദയവീത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തും സപ്പോർട്ട് ചെയ്യൂ എന്നുള്ളതാണ് റിക്വസ്റ്റ്. നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്ന് തന്നെയാണ് എപ്പോഴും പ്രാർത്ഥന. ഇപ്പോൾ മാട്ടിനോടൊക്കെ അതാണ് ഒരു നന്ദി പറയുന്നത്. കാരണം ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ 2 ക്യാരക്ടേഴ്സാണ്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഓർമ്മത്തിൽ അന്ന് കൃഷ്ണചേച്ചി ഇടാം എന്ന് അവർ തീരുമാനിക്കുന്ന ആ മൊമെൻ്റ് ഉണ്ടല്ലോ, അവർക്ക് ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ടെങ്കിലും അത്ര വിരളമല്ല. നമുക്ക് അങ്ങനത്തെ ആളുകളെ കണ്ട് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് റെഫറൻസ് എടുക്കണോ, ഇങ്ങനത്തെ ഒരു പോലീസിനെ എവിടെയെങ്കിലും കണ്ട് അപ്പം
ഇപ്പൊ റിയൽ ലൈഫിൽ അങ്ങനത്തെ പോലീസുകാരെ കണ്ടുള്ളൂ, അല്ലെങ്കിൽ ആ റെഫറൻസ് പോയിന്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതോ ഡയറക്ടർ തന്നെ അത്ര തന്നിരുന്നു? ഇതില് ക്യാരക്ടർ വൈസ് എനിക്ക് പറഞ്ഞാൽ സ്ക്രിപ്റ്റിനകത്ത് കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ആദ്യം പെരുമാറുന്നത്, പിന്നെ അയാളുടെ ചേഞ്ച് ഓവർ എങ്ങനെയാണെന്നെല്ലാം സ്ക്രിപ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഏത് മൊമെന്റിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ വേണ്ടടുത്ത് മാറുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു രീതിയിലാണ് ആ ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോ നമ്മൾ ആക്ടറാണ്, അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പോലീസ് വലയങ്ങൾ സുഹൃത്തുക്കളില്ല. നമ്മളിപ്പോൾ ഈ വഴിയിൽ കാണുന്ന പോലീസുകാരല്ലാതെ വേറെ എൻ്റെ ജീവിതത്തിൽ പോലീസുകാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സിനിമകളിൽ കണ്ടേക്കുന്ന പോലീസുകാരായിരിക്കും പിന്നെ കൂടുതലുള്ള. ഇതൊരു റിയൽ ലൈഫ് റെഫറൻസ് ക്യാരക്ടർ ആണോ എന്ന് വെച്ചാൽ പക്ഷേ ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും അനുയോജിതമായ ഒരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ ത്രില്ലർ സിനിമകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓഡിയൻസ് അവർക്ക് ലൈക്ക് റിവ്യൂ പറയുമ്പോഴാണെങ്കിലും അവർ ഒരുപാട് ഇതിന്റെ ലോജിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ത്രില്ലർ സിനിമയിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. എനിക്കൊന്ന് ഒരു കൊമേഴ്ഷ്യൽ പടം വരുമ്പോൾ അതിന്റെ ഡയലോഗ് ഡെലിവറി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് അതൊന്നും അത്രത്തോളം ശ്രദ്ധിക്കത്തില്ല. അപ്പം ഈ ഒരു സിനിമയ്ക്ക് ഈ പറയുന്ന ഒരു മിക്സഡ് റിവ്യൂ വരുന്നത് ലൈക്ക് ഈ റിവ്യൂവേഴ്സ് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ബ്രോ, ഞാൻ മാർട്ടിന്റെ ചോദ്യമാണ്. ശരിയാണ്, ഞാൻ പറയാം. 10 റിവ്യൂവിലും 8 നമുക്ക് നല്ലത് തന്നെയാണ് വരുന്നത്. സോ അത് മിക്സഡ് ആണെന്ന് പറയരുത്. അങ്ങനെ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവര് കുറേ പടങ്ങൾ ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്ക് ചില സമയത്ത് ചില ഏരിയകൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. അതെനിക്ക് ഞാൻ കുറേ പടങ്ങൾ കണ്ടുകൊണ്ടായിരിക്കാം, പക്ഷേ ഇതൊരു നോർമൽ ഓഡിയൻസ് കാണുമ്പോൾ അയാൾക്കൊരു കിക്ക് കിട്ടാം, അയാൾക്ക് അതുകൊണ്ട് ആ പടം വർക്കായി എന്ന് ഒരു റിവ്യൂവിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളൊരു റിവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു നോർമൽ ഓഡിയൻസിൻ്റെ ഒരു POV-യിൽ ചെയ്യണം ആക്ച്വലി. അപ്പം ചിലപ്പോൾ അവരുടെ അഭിപ്രായം ആയിരിക്കാം, കീറി മുറിച്ച് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നു. ഞങ്ങളൊരു സാധാരണക്കാർക്ക് കണക്ട് ആവുന്ന രീതിക്കാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. അതെല്ലാം അങ്ങനെ നോർമൽ ഓഡിയൻസിന് കണക്ട് ആകുന്നുണ്ട്. എനിക്ക് ഇന്നലെ കുറേ കോളുകൾ വന്നു. നോർമൽ ഓഡിയൻസ് അവസാനമൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. പിന്നെ പറഞ്ഞതിലൊക്കെ ആണെങ്കിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പം ഇപ്പൊ നമുക്ക് ഒരു പോലീസ് ക്യാരക്ടർ നമ്മൾ ഇതുവരെ കണ്ടിട്ട് ആൾക്കാരെല്ലാവരും പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര മാസൊക്കെ ആയിട്ടാണ്. ഇപ്പൊ മമ്മൂട്ടി ക്യാരക്ടറായാലും മോഹൻലാലായാലും സുരേഷ് ഗോപിയായാലും മാസ് കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ നോർമലായിട്ട് പ്രസന്റ് ചെയ്യും. മലയാള സിനിമ മാറി എല്ലാ കാര്യവും നോർമലായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ പിന്നെ മാസമായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിൽ വന്നിരുന്നു. കാരണം ഈ ക്യാരക്ടർ വളരെ നോർമലായിട്ടാണ് പ്രസന്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരുമ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴും പോലീസുകാർ മാസമായിട്ടെന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല, അതുകൊണ്ടാണ് റിവ്യൂസ് മാറാനുള്ള കാരണം? അല്ല, അതല്ല, ഇത് ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ. പുള്ളി ഒരു ഫസ്റ്റ് ടൈം ഓഫീസറാണ്. പുള്ളി ആദ്യം വരുമ്പോഴേ പുള്ളി മാസ് കളിച്ചല്ലോ വരുന്നത്. അതായത് പുള്ളി ആദ്യമായിട്ടൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. പുള്ളിക്ക് പുള്ളിയുടേതായ ടെൻഷനുണ്ട്, പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഗ്രോത്ത് ഉണ്ട്. പിന്നെ അവസാനം ഈ ക്യാരക്ടറിന്റെ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അവിടെ ആ ഒരു മാസ് ഫീലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ക്യാരക്ടറിന്റെ ഒരു ഗ്രോത്ത് ഉണ്ട്. അവസാനം പുള്ളി ഒരു ഹീറോ മെറ്റീരിയലായിട്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാരക്ടറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. അല്ല ആദ്യം തന്നെ വന്ന് പുള്ളി എല്ലാവരെയും മാസ് കാണിച്ചാൽ നമുക്ക് ആ ഒരു കഥയുടെ ഒരു ഗ്രോത്ത് നഷ്ടപ്പെടുമല്ലോ. അതങ്ങനെ തോന്നിയില്ല. നമ്മളത് കറക്റ്റായിട്ട് തന്നെ ആദ്യം ഒരു ക്യാരക്ടറിന്റെ ഒരു നോർമൽ ഒരു ക്യാരക്ടർ, പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, പുള്ളി അവിടെ എല്ലാം പഠിച്ചു വരുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു ഗ്രോത്ത് വന്ന് പുള്ളി ഒരു മാസ് ഫീലിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ആക്ച്വലി. മലയാള സിനിമ എന്ന് പറയുന്ന മറ്റു ഇൻഡസ്ട്രി നോക്കുമ്പോൾ അവർ എടുത്തു പറയുന്നത് വെച്ചാൽ മലയാള സിനിമയിൽ താരങ്ങളല്ലാത്ത കണ്ടന്റ് ആണ് പ്രാധാന്യം. അല്ലെങ്കിൽ ഒരു എപ്പോഴും ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകൾ എടുക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം അത് ശരിക്കും താങ്കളുടെ പടങ്ങൾക്ക് നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു ബിസിനസ് എന്നുള്ളൊരു ആസ്വാദനം കൂടിയാണ്, എന്റർടൈൻമെന്റ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ കാണുന്ന പ്രേക്ഷകൻ അത് എന്റർടൈൻമെന്റ് എന്നുള്ളത് മാറിയിട്ട് അതിനകത്ത് നിന്ന് ഇന്ന ഷോട്ട് ഇങ്ങനെ പോയി അവിടെ നിന്ന് ലൈറ്റ് വരുന്നത് അവിടെ അത്ര പോരായിരുന്നു. കൂടെ ജഡ്ജ്മെന്റിലാവുമ്പോഴേക്കും അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ?
കാണുന്ന പ്രേക്ഷകനെ ഇപ്പൊ തൃപ്തിപ്പെടുത്താന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആണെന്നൊരു ഫീലിംഗ് ഉണ്ട് എപ്പോഴും. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സ്ട്രഗ്ലിംഗ് അല്ല, അത് സ്ട്രഗ്ലിംഗ് അല്ല. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കണ്ടന്റ് വൃത്തിക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് നല്ലൊരു കഥ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. ബാക്കി അതിൽ കവിഞ്ഞ് ഇപ്പൊ ഈ പറഞ്ഞ ഓവറായിട്ട് ഡീറ്റെയിൽ ചെയ്യുന്ന ഇതിനെ കീറി മുറിക്കുന്നവർക്ക് അവരെ എനിക്ക് അറിഞ്ഞ തൃപ്തിപ്പെടുത്താൻ കുറച്ച് പാടായിരിക്കും എന്നുള്ളതാണ്. ഓഡിയൻസിന് നമുക്ക് നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മളിപ്പോൾ ഒരു സിനിമ ഇറങ്ങി 2 ആഴ്ചയാകുമ്പോഴേക്കും കളക്ഷൻ റെക്കോർഡുകളും ഇതൊക്കെ കാണിക്കാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ബിസിനസ് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. സിനിമ എന്ന ബിസിനസ് ഉള്ളതിലുപരി തിയേറ്ററിൽ ആളുകൾ വന്നിറങ്ങി പോകുന്നുണ്ടാകുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു. ഇപ്പം അതൊരു ശരിക്കും മിസ്സിംഗ് ആയിട്ട് ഇത് താരങ്ങൾ അല്ലെങ്കിൽ ഒരു ഇത്ര കോടി കളക്ട് ചെയ്തു എല്ലാ ഒരു എന്താ പറയുക എന്റർടൈൻമെന്റ് എന്നുള്ള മാറി എന്തൊക്കെ ഒരു എന്താ പറയുക ബിസിനസ് ട്രാക്കിലേക്ക് മാത്രം ആയതുപോലെ ഒരു തോന്നൽ ശരിക്കും താങ്കൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? അത് അങ്ങനെയല്ല, ഇപ്പൊ ഇതെല്ലാം എവിഡന്റ് ആണ്. പണ്ടും നമ്മളിത് ബിസിനസ് തന്നെയാണ്. ഇത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ട് വിത്ത് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ രണ്ടിലും കോംപ്രമൈസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പൊ യൂട്യൂബ് ഇതെല്ലാം വന്നതിന് ശേഷം നമ്മളിത് പൊതുജനങ്ങൾ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ഒരു 10, 15 അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് നമ്മളൊരു കവലയിൽ നിന്നുകൊണ്ട് ആ പടത്തിന് ഇത്ര കളക്ട് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ പറയില്ല. നമ്മൾ ബോധമല്ല നല്ല പടമായിരുന്നു അല്ലെങ്കിൽ മോശം പടമായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല കണ്ടിരിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ ഇന്ന് ഏത് പടം ഇറങ്ങിയേക്കണം അത് നോക്കി പടം കണ്ട് അത്രേ ഉള്ളൂ, അതവിടെ കഴിഞ്ഞു. നമ്മൾ കൂടിപ്പോയി നമ്മുടെ വീട്ടുകാരോട് പറയും, നമ്മുടെ കൂട്ടുകാരോട് പറയും. നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മളിപ്പോൾ പറയുന്ന ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇന്നിപ്പോൾ സംഭവിച്ചത് എല്ലാം വളരെ സ്പീഡായി. നമുക്ക് 2 3 ദിവസത്തിൽ തന്നെ ഏകദേശത്തിന്റെ പ്രോഗ്രാം എങ്ങോട്ടേക്കാണ്. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ട് അറിഞ്ഞു ആൾക്കാരിലേക്ക് എത്തി ഓർഗാനിക്കായിട്ട് കണ്ട് വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. നമുക്ക് തിയേറ്റേഴ്സും ഇല്ല. ഇതെല്ലാം ഭയങ്കര സ്പീഡായി എന്നുള്ളതാണ് ഇപ്പൊ ഈ കാലത്തിന് ഒപ്പം ഉണ്ടായ ഒരു മാറ്റം. ബേസിക്കലി എനിക്ക് അറിയില്ല, നല്ല കാര്യം തന്നെയാണ്. കാലത്തിന് എല്ലാത്തിനും അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ. നമ്മൾ മാറുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ. പറഞ്ഞ പോലെ നമ്മൾ പണ്ട് നമ്മളുടെയൊക്കെ ചെറുതിലെ ഇപ്പോൾ നല്ലൊരു സിനിമ വരുമ്പോൾ ഓക്കെ നല്ല നമ്മൾ കാണും. പിന്നെ കൂടിപ്പോയി ആ പ്രൊഡ്യൂസറിന് നല്ല പൈസ കിട്ടി കേട്ടോ എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ ഇതുപോലെ ഇപ്പോൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ എന്നോടുള്ള ചോദ്യമാണെങ്കിലും ഞാനത് പറയും. സാധാരണക്കാരായിട്ടുള്ള, അതായത് ഞാൻ എപ്പോഴും എക്സാമ്പിൾ എടുക്കുന്നത് എൻ്റെ അമ്മയാണ്. നമ്മുടെ എല്ലാവരുടെയും അമ്മമാരും ഒരിക്കലും എൻ്റെ അമ്മ പറയത്തില്ല ആ ഷോട്ട് അവളെ നന്നായില്ല എന്ന് ഒരിക്കലും അമ്മ പറയത്തില്ല. ആ ക്യാമറ അവിടെ വർക്ക് ചെയ്ത് ശരിയായില്ല എന്നൊന്നും അമ്മമാരോ അല്ലെങ്കിൽ നമ്മളുടെ ആ പ്രായത്തിലുള്ളവരോ ഒരുവിധപ്പെട്ടവരാരും പറയത്തില്ല. നമ്മൾ കുറച്ച് പേര് പറയുമായിരിക്കും ആ ഷോട്ട് അല്ലെങ്കിൽ അവളുടെ ഡയലോഗ് അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ പറയുമായിരിക്കും. ഇപ്പം സൗകര്യങ്ങൾ കൂടുന്തോറും മനുഷ്യൻ അതെ. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പം ഭാഷയ്ക്ക് അതീതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എല്ലാത്തിനും നമുക്കിപ്പോൾ ഈസി ആയിട്ട് വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ കുറച്ച് കീറിമുറിക്കലും കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭയങ്കരമായിട്ട് ആഴത്തിൽ നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചില സമയത്ത് ആലോചിക്കാറുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. നമ്മൾ എൻജോയ് ചെയ്ത് തിരിച്ചു വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെയൊക്കെ ചെറുതിൽ ആ പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി കാണുമായിരിക്കും എന്ന് ചിലപ്പോൾ നമ്മളൊക്കെ ഉള്ളവർ ചിലപ്പോൾ പറയുമായിരിക്കും. നല്ല രസമായിരുന്നു അല്ലേ. ഇപ്പോൾ തെങ്കാശിപ്പട്ടണമൊക്കെ പോലെയുള്ള പടമൊക്കെ കണ്ടിട്ട് എന്നെന്തോരം ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് നല്ല ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരും. അത് മതിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതായത് ഒരു അതിർവരമ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണെന്നുള്ളൊരു തോന്നലല്ലേ? ഒരു അതിർവരമ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാം ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ സീരിയസ് നോട്ടിലല്ല. ചിലർ പറയുന്നല്ലോ പടം അടിപൊളിയാണ് പക്ഷെ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയാണ്. അപ്പൊ ഇത് എന്താ ഇവൻ ആർട്ട് ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പടം കണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. അപ്പൊ അവൻ്റെതായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവൻ ആർട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് ഇതിനെ കുറിച്ച് വിവരമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്നത്. പക്ഷെ നമ്മൾ ആർട്ട് ഡയറക്ഷൻ ശരിയായില്ല, പടം അടിപൊളിയായി, ഇതെന്താണ് സംഭവം, പടമൊക്കെ ഉഗ്രനം പക്ഷെ കോസ്റ്റ്യൂം ശരിയായില്ല, കോസ്റ്റ്യൂം ശരിയായില്ല. പക്ഷേ ഈ പറഞ്ഞ മാതിരി ജനങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവ് വന്നു, അവൻ കോസ്റ്റ്യൂം ശ്രദ്ധിക്കാൻ തുടങ്ങി, ആർട്ട് ഡയറക്ഷൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. പറഞ്ഞ പോലെ ഇന്റർനാഷണൽ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആയി, ഒത്തിരി OTT പ്ലാറ്റ്ഫോംസിൽ കുറേ സിനിമകൾ കാണുന്നു. നല്ലതാണ്. നമ്മുടെ പ്രേക്ഷകരും അതിനോടൊപ്പം വളരെയാണ്. അവർ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പണ്ട് ഇതൊന്നും ഈ പറഞ്ഞ പോലെ അറിയില്ലായിരുന്നല്ലോ. സിനിമ കണ്ട് സിനിമ നല്ലതാണ് കൊള്ളില്ല, അതിന് 2 അഭിപ്രായമുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി മറ്റേ ആ ടേബിളിൽ 2ാമത്തെ ഷോട്ടിൽ ഗ്ലാസ് മാറ്റി വെച്ചു, അത് കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞാൽ യോജിക്കും. മറ്റേ കണ്ടിന്യൂറ്റി തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതിക്കാൻ പറ്റില്ല ഈ പടം ഹിറ്റല്ല
എന്ന് പറയാം, അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിയൻസ് പടത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കല്യാണം പണ്ട് തലേ ദിവസം വന്ന് എല്ലാവരും കൂടി പന്തലിടുന്നു, എല്ലാവരും കൂടി തേങ്ങ ഇടുന്നു, അങ്ങനെയായിരുന്നു പണ്ട് കല്യാണം. ഇപ്പോൾ കല്യാണം ഒരു ഇവൻറ്റ്സായി മാറി, ലൈക്ക് ഹൽദി, സംഗീതം എന്നൊക്കെ പറഞ്ഞ പല പല പരിപാടി. അതേപോലെ സിനിമയ്ക്ക് ഇപ്പോൾ ഈ റിവ്യൂവും ഇത്തരം ഡീറ്റെയിലിംഗ് എല്ലാം അനിവാര്യ ഘടകമായി മാറി. ഇപ്പം നമ്മളിതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആൾക്കാർ പടം കാണുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പക്ഷേ മനഃപൂർവ്വമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ ഒരു വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളും റിവ്യൂസും ഒഴിവാക്കുക എന്ന് മാത്രമേ കുറേ കാലമായിട്ട് എല്ലാ സിനിമാക്കാരും റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ മാത്രമേ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത് റിവ്യൂ പറയേണ്ടെന്നോ നെഗറ്റീവ് പറയേണ്ടെന്നോ ഒന്നും ആരും പറയുന്നില്ല. അപ്പോൾ പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായി തുടങ്ങി. ലൈഫ് കൂടിയാണ്. അപ്പം എപ്പോഴും ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു അതിർവരമ്പ് വേണം. നമുക്ക് നമ്മുടേതായിട്ടൊരു പേഴ്സണൽ ലൈഫും ഉണ്ട്. അതിൽ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് കാര്യമായിട്ട് ഇൻഡിവിജ്വലി നമ്മൾ എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെയും ഓവറായിട്ട് പബ്ലിക് ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ ബാക്കിയുള്ള റെസ്പോൺസുകൾ വരുമ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഓവറായിട്ട് ജഡ്ജ്മെൻറ്റിലാകുമ്പോൾ അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ സൊസൈറ്റി അത് ജഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, എന്നെ 100 കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ്. അത് എപ്പോഴെങ്കിലും ഒരു എന്താ പറയുക പിടിച്ചു കിട്ടിയൊരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അത് അങ്ങനെ ഫീൽ ഉള്ളവരോട് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്ക് അങ്ങനെ ഫീൽ ഇല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ അങ്ങനെ നമ്മളെ എല്ലാവരെയും നോക്കുന്നുണ്ട് എന്നുള്ളത് ചില സമയത്ത് നമ്മൾ മറന്നു. നമ്മൾ ബോധമല്ലായിരിക്കും. അപ്പം ആ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ഫീൽ ഉള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ മിക്സഡ് ആണ് ഈ പറഞ്ഞ ആളുകൾ എപ്പോഴും. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ഓവറായിട്ട് ജഡ്ജ്മെന്റില്ല. എനിക്ക് എൻ്റെ പ്രൈവറ്റ് സ്പേസിൽ ഞാൻ എന്താണോ അതങ്ങനെ ഇരിക്കാനായിട്ട് എനിക്കിഷ്ടം. സോഷ്യൽ ലൈഫിൽ വേറെ ആയിരിക്കും. പക്ഷേ അത് എല്ലായിടത്തും ഓവറായിട്ട് ജഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഞാൻ ഇതിൽ ഏതായിട്ടിരിക്കണം എന്ന് ഒരു മുഖം മൂടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നാമത്തെ കാര്യം എല്ലാ കാര്യത്തിലും വലിയ ഓവറായിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതായിരിക്കും നല്ലത്. ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജഡ്ജ് ചെയ്യട്ടെ, നമുക്ക് നമ്മളുടേതായിട്ടുള്ള ശരികളുണ്ടാവും. മറ്റുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഞാനായിട്ട് അങ്ങോട്ട് അങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ ആരും ബുദ്ധിമുട്ടിച്ചില്ല. പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് എൻ്റെതായ നിലപാടും അഭിപ്രായങ്ങളും ഞാൻ പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു വ്യക്തിനെ ടാർഗറ്റ് ചെയ്ത് ഞാൻ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങോട്ട് എന്നെ പറ്റി പറയുന്നതിൽ ഞാൻ ചെവി കേൾക്കാറില്ല. അപ്പം ഈ ചെവി കൂടെ കേട്ടാൽ ചെവി കൂടെ കളയാത്തറേ ഉള്ളൂ. അതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ജോലി വിശേഷിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളെ പറ്റി ആൾക്കാർ നോക്കുന്നുണ്ടോ, ജഡ്ജ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇനി ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ ഇങ്ങനൊരു ഉത്തരം തരാം. ഇത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ തോന്നിയിട്ടുണ്ടോ ഒരു ഓവർ ജഡ്ജ്മെന്റ് പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാവരും ഇങ്ങനെ എന്താ പറയുക നോക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, എന്തായി എങ്ങനായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ? പക്ഷെ ബ്രോ, ഞാൻ നമ്മുടെ പേഴ്സണൽ സ്പേസ് ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം പുറത്ത് ഇടുമ്പോഴേ അത് ആൾക്കാർ ജഡ്ജ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴേ നമ്മൾ ജഡ്ജ് ചെയ്യുള്ളൂ. ആ സമയത്ത് നമ്മളൊന്ന് കോൺഷ്യസ് ആകുന്ന ആവശ്യം നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് പറയാനുള്ളവർ എന്തായാലും പറയും, പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ വീട്ടിലെന്തായാലും ആരും കണ്ടില്ല, നമ്മളിടാത്ത പോസ്റ്റിൻ്റെ താഴെ ഒന്നും ആരും കമൻറ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി നമ്മുടെ കയ്യിലും കുറേ കൺട്രോൾ ഉണ്ട്. നമ്മളെന്ത് പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലും അതും കൂടെ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ചിലവർക്ക് എന്നെ ഇങ്ങനെ പറയണം, ആഗ്രഹം ഉണ്ടാവും, ആഗ്രഹിക്കുന്നവരുണ്ട്. ശരി, ഇപ്പോൾ ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഇന്ന പോലൊരു കഥാപാത്രം ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആക്ടർക്ക് ഇന്നൊരു ഷെയ്ഡ് കൂടെ ഉണ്ട്, ആ ഷെയ്ഡ് കൂടെ എക്സ്പോസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇനി ഷെയ്നിൽ എക്സ്പോസ് ആവണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു വേഷം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? കൃത്യമായിട്ടൊരു വേഷം എന്നുള്ളതല്ല, ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു. ലാസ്റ്റ് 3 സിനിമ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ സിനിമകളുമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാത്തത് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ വരട്ടെ എന്നാണ്. ഇപ്പോഴും ആ സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു പുതിയ കഥാപാത്രങ്ങൾ കിട്ടാൻ അല്ലെങ്കിൽ കഥകൾ തേടി വരാനായിട്ട് ഇപ്പോഴും ആ സ്ട്രഗ്ലിംഗ് ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് വേണ്ടത് ഒരു സിനിമയുടെ കഥയും പ്രോജക്റ്റ് എന്താണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ്. നമുക്കിപ്പോൾ പൈസ മുടക്കുന്ന ഒരാളെക്കാളുപരി
സിനിമയെ എന്താണ്, ഈ സിനിമ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡക്ഷൻ നമുക്ക് എപ്പോഴും കൂടെ വരണം. അത് നമ്മളിലേക്ക് എത്താനാണ് ശരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു കറക്റ്റ് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ ഇപ്പോഴും സ്ട്രഗിൾ തന്നെയാണ് എന്നുള്ളതാണ്. നല്ല പ്രോജക്റ്റുകൾ നമ്മളെ തേടി വരുന്നുണ്ടാവും, പക്ഷെ ആ പ്രോജക്റ്റ് ആക്കാൻ, അതായത് നമ്മളൊരു കൃത്യമായ പ്രൊഡക്ഷൻ വേണം. ഇപ്പോൾ അവിടുത്തെ ഇൻവെസ്റ്റർ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റർ എന്നും പറഞ്ഞ് വന്നേക്കുന്ന ആൾക്കാർ ഞാൻ പിടിച്ച് എല്ലാം എനിക്ക് ലാസ്റ്റ് തലവേദനകളായി മാറിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കുന്നില്ല, നല്ല കറക്റ്റ് ബാനർ. കാര്യം പ്രോജക്റ്റ് നമുക്ക് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ. അവര് ചെയ്തപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു പടം എടുത്തു 4 ആളുടെ മുമ്പിൽ, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം പറയാനുള്ള അത്രയും ആഗ്രഹത്തിന് മാത്രം വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് സിനിമ എന്താ കുറച്ച് പൈസ, അവർ കുറെ അധികം പൈസയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇവർ കുറച്ച് പൈസ ഇട്ടിട്ട് ഒരു സന്തോഷം തീർത്താത്ത ഒരു പരിപാടി ഇരിക്കും. അത് അങ്ങനെ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചിലരിലൊക്കെ ഞാൻ പാർട്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. ഈ സിനിമ മനസ്സിലാക്കുന്ന, സിനിമയോട് പാഷനായിട്ട് നിൽക്കുന്ന, ആ കഥ മനസ്സിലാക്കുന്ന പ്രൊഡക്ഷൻ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന. ഇപ്പൊ എല്ലാ പടവും അത്യാവശ്യം ബഡ്ജറ്റ് തന്നെ ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ തന്നെയാണ് എല്ലാ പടങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷെ അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു, അത് കറക്റ്റ് സ്ഥലത്താണോ, കറക്റ്റ് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കുന്ന പാഷനേറ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ വരണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു ചാലഞ്ച്. ഒന്ന് ഇതിന്റെ കഥ, 2 കഥാപാത്രം, എല്ലാത്തിനും ഉപരി ജിത്തു സാർ എന്ന പേരുമാണ്. ഈ 3 ഘടകങ്ങളാണ് എനിക്ക് അട്രാക്ട് ചെയ്തത്. ശരി, ഇപ്പൊ മലയാള സിനിമ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ചെയ്യുന്ന ചുരുക്കത്തിലുള്ള നടന്മാരുടെ ഒരാളാണ് ഷെയ്ജർ. അപ്പൊ ഇനി ബൾട്ടി ആർട്ടിക്സ് പോലുള്ള ഈ കംപ്ലീറ്റ് ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ടോ, അതൊരു ട്രാക്ക് മാറ്റുക? അല്ല, അങ്ങനെ എല്ലാത്തരം പടങ്ങളും വേണം. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയന്റഡ് സിനിമ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് തിയേറ്ററിൽ ഇപ്പൊ ഒരു നല്ലൊരു ത്രില്ലർ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിട്ട് അവസാനം കൊണ്ടുപോയി നമുക്കൊരു തിയേറ്ററിക്കൽ വാല്യൂ ഉള്ള ഒരു പരിപാടിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫൈനാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് ത്രില്ലർ. അതായത് തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന തന്നെ പടമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കഥ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് there are elements എന്നുള്ളതാണ്. അങ്ങനത്തെ സിനിമ ഒക്കെയാണ്. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് കോമഡി നിർത്താം, അതിലും അത്യാവശ്യം ആക്ഷനും അല്ലെങ്കിൽ റൊമാൻസും സംഭവങ്ങളും പാട്ടും പരിപാടി നമുക്കൊരു ഇച്ചിരി ഓണായിട്ട് നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആണെങ്കിൽ അത് നമുക്ക് ഓക്കെയാണ്. അപ്പൊ ജോണർ എന്നുള്ളതല്ല, അതിൽ നമ്മൾ ഇടുന്ന എലമെന്റ്സിലാണ് കാര്യം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതെ.